ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പോളയാണ്. ഇതൊരു ഇറച്ചിപ്പോളയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ ഒരു മീറ്റ് കേക്ക് അല്ലെങ്കിൽ ഒരു ഇറച്ചി കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനു വേണ്ടി ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാനിവിടെ ബീഫ് കൊണ്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം മതി. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ബീഫ് വേവിച്ചപ്പോൾ അതിൽ അത്യാവശ്യം മസാലകൾ ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ബീഫിന് പകരം വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിലും ചേർത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഇറച്ചിപ്പോളയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയുള്ള ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഇറച്ചിപ്പോളയുടെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പകരം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇതുകൊണ്ട് ഇപ്പോൾ മുട്ട നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. സൺഫ്ലവർ ഓയിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദയാണ്. ഇവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ഈ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടാണ് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ബേക്കിംഗ് പൗഡർ മൈദയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ബേക്കിംഗ് പൗഡർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപ്പില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ പൊടികളും എണ്ണയും ആ മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഞാൻ ബീറ്റർ ഉപയോഗിച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇറച്ചിപ്പോളയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതിന് വേണ്ടിയുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒരല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. നമ്മുടെ ഈ ഇറച്ചിപ്പോള ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ടൊരു 2 മിനിറ്റ് നേരം പാത്രം ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം പാത്രം തുറന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫില്ലിംഗ് എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയ ഒരു പാനിൻ്റെ മുകളിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇതുപോലൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ചൂടാക്കണം. അതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനും. ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ മാത്രം മതി ഇത് വേകാനും. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഒന്ന് പാത്രം തുറന്ന് നോക്കാം. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടി ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിങ്ങനെ ഇതൊരു സോസ് പാനിലോട്ടൊന്ന് മറിച്ചിടുക. ഇത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ലൊരു കേക്ക് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുണ്ട്, ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത്. ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ബീറ്ററൊന്നും ഇല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.